വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വരാമെന്ന് പറയ് എന്നിങ്ങനെ ഭാമ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുമ്പോൾ വരാമെന്ന് പറയ് എന്നും പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങോട്ടിട്ട് തട്ടുകയാണ് ഭാമ. അന്നേരം വിഷ്ണു അത് അനുസരിക്കുന്നില്ല. എന്നിട്ട് എത്ര സമയം അവിടെ കാണും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടില്ല, ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, പെട്ടെന്ന് വന്നാൽ കാണാമെന്ന് പറയുകയാണ്. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാമെന്ന് സത്യ പറയുന്നുണ്ട്. അന്നേരം ശരി ഞാൻ ഉടനെ വരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ഫോൺ മോളെ അച്ഛനെ അവിടെ പിടിച്ചെടുത്ത് ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഫോൺ വയ്ക്കുകയാണ്. തുടർന്നാണെങ്കിൽ വിഷ്ണു അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഭാമ പറയുന്നുണ്ട്, നിൽക്കി ഞാൻ കൂടി വരുന്നു, ഈ സത്യയുടെ അച്ഛനെ എനിക്കൊന്ന് കാണുകയും പരിചയപ്പെടുകയും പിന്നെ സംസാരിക്കുകയും ചെയ്യണം. കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ട്, അതിനൊക്കെയുള്ള ഉത്തരം എനിക്ക് ഇന്ന് തന്നെ കിട്ടും എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയും പപ്പിയും കൂടി ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്നെങ്കിൽ നീ വേഗം റെഡിയാവും എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ റെഡി ആവാനൊന്നുമില്ല, അവർ ഭക്ഷണം കഴിച്ച് തീരുന്നതിന് മുന്നേ അവിടെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് ചാടി ഇറങ്ങുന്നുണ്ട്. കുറേ സത്യഭാമയും പോവുകയാണ്, ഒരു വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അന്നേരം ശ്യാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ശ്യാമ ചിന്തിക്കുകയാണ്, കുഞ്ഞേച്ചിയുടെ ജീവിതത്തിൽ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, സത്യയുടെ അച്ഛൻ എന്നും പറഞ്ഞ് വന്നിരിക്കുന്നത് ഇപ്പോൾ ആരാണ്, സത്യയുടെ വിഷമം കണ്ടിട്ട് ഇനി പരിചയക്കാരെ ആരെങ്കിലും വേഷം കെട്ടിച്ച് കൊണ്ടുവന്നതായിരിക്കുമോ, പക്ഷേ ഇവരിനി അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കില്ലേ, ഇതിനി എങ്ങനെയാണ് കുഞ്ഞേച്ചിയെന്ന് അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങോട്ട് ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശാലിനിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അന്നേരം ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ശ്യാമ ശ്രമിക്കുകയാണ്. പക്ഷേ ശാലിനിയുടെ ഫോൺ ഓഫാണ്. പക്ഷേ പപ്പിയാണെങ്കിൽ ഇതൊക്കെ കണ്ടിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നേ ഉള്ളൂ, കുട്ടിയൊന്നും പറയുന്നില്ല. ഇതേ സമയം ശാലിനി ആണെങ്കിൽ ഇങ്ങനെ സത്യയ്ക്ക് ഫോർക്കിൽ ഭക്ഷണം എടുത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ സന്തോഷമായില്ലേ ചോദിക്കുമ്പോൾ പിന്നെ സന്തോഷം, എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ വന്നതോന്ന്. അന്നേരം അതല്ല, അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതും ബാക്കി ഇങ്ങനെ ഇനിയുള്ള കാര്യങ്ങളും ഒക്കെ എന്നും പറയുമ്പോൾ ഇനിയും അച്ഛൻ എന്നാ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ലീവ് കിട്ടുമോ നോക്കട്ടെ, വരാമെന്ന് പറയുകയാണ്. അന്നേരം അമ്മയും കൂടി വേണമായിരുന്നു എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് അമ്മയ്ക്ക് ലീവ് കിട്ടാഞ്ഞിട്ടല്ലേ, തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് പറയുന്നത്, അടുത്ത തവണ ആകട്ടെ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം അടുത്ത തവണ അച്ഛനോടും അമ്മയുടെ ഇടയ്ക്കിരുന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് കൂട്ടുകാരെയൊക്കെ കാണിക്കണം എന്നിങ്ങനെ പറഞ്ഞ് കുട്ടി ആകെ സന്തോഷത്തിലാണ്, അച്ഛനോടൊപ്പം പുറത്ത് പോയതിലും വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലുമൊക്കെ. അന്നേരം ശാലിനി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. മോളുടെ കൊച്ചു ആഗ്രഹങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ട് ആണ് ഞാനിങ്ങനെ വേഷം മാറിയത്, അതല്ലാതെ അമ്മയ്ക്ക് വേറെ വഴിയില്ല, ഇത്രയും ആഗ്രഹങ്ങൾ മോളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ശാലിനിയുടെ കണ്ണിൽ ഇങ്ങനെ കരച്ചിൽ വരുന്നുണ്ട്. അന്നേരം കണ്ണീരിങ്ങനെ തുടങ്ങുമ്പോൾ അച്ഛനെന്താ കരയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോൾക്ക് തോന്നിയതാണെന്ന് പറയുമ്പോൾ ഇല്ല അച്ഛൻ കരഞ്ഞത് തന്നെ, അച്ഛനെ സങ്കടപ്പെടുത്തുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞെങ്കിൽ സോറി എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയൊന്നുമില്ല, മോൾ ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ഈ സത്യമാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് വിഷ്ണു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേസമയം കാറിൽ വിഷ്ണു ആണെങ്കിൽ നല്ല സ്പീഡിന് വണ്ടി ഓടിച്ച് വരികയാണ്. സത്യഭാമ ഫ്രണ്ട് സീറ്റിലിരുന്ന് അങ്ങോട്ട് ആകെ ബഹളമാണ്. എന്നാലും ഇത്രയും നാൾ അവൾ ചതിക്കുകയായിരുന്നല്ലോ, സത്യയുടെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞില്ല, നിന്നെ സ്നേഹം നടിച്ച് വഞ്ചിക്കുകയായിരുന്നു, ഇപ്പോൾ ഈ വന്നിരിക്കുന്നവൻ എന്തായാലും സത്യയുടെ അച്ഛൻ തന്നെയാണ്, കണ്ടിട്ട് ഇവിടത്തുകാരനൊന്നും അല്ലെന്ന് തോന്നുന്നു, ഏതോ വടക്കേ ഇന്ത്യക്കാരനാണ്, അവൻ്റെ മുഖം ഞാനങ്ങോട്ട് നേരെ കണ്ടില്ല, പക്ഷേ ആ കൊച്ചിൻ്റെ ഭാവവും രൂപവും ഒക്കെ അവനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ അങ്ങോട്ട് ബഹളം കൂട്ടുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ, നമ്മൾ അങ്ങോട്ടത്തേക്ക് പോവുകയല്ലേ, അവിടെ ചെന്ന് കാര്യങ്ങൾ തിരക്കാമെന്ന് പറയുമ്പോൾ ഓരോന്നും ചോദിച്ചു മനസ്സിലാക്കണം, എവിടെ വെച്ചാണ് പരിചയപ്പെട്ടത്, എന്നീ ബന്ധം തുടങ്ങി എന്നൊക്കെ, എന്നാലും അവളെ നിന്നെ ചതിക്കുകയായിരുന്നല്ലോടാ, അവനെ മനസ്സിൽ വെച്ചിട്ട് നിന്നോട് സ്നേഹം നടിക്കുകയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ സങ്കടം കണ്ടിട്ട് ഈ അമ്മയ്ക്ക് നിന്നെ ചതിച്ചതോർത്തിട്ട് അമ്മയ്ക്ക് കരയാനല്ലേ കഴിയും, വേറൊന്നും പറ്റുന്നില്ലല്ലോ, എന്തായാലും അവളോട് പകരം ചോദിക്കുക തന്നെ വേണം, സ്നേഹം നടിച്ച് വഞ്ചിച്ചതിന് ഓരോന്നായിട്ട് പകരം ചോദിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ, ഒരു മനസമാധാനം എനിക്ക് അവിടം വരെ എത്തിയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്നിങ്ങനെ വിഷ്ണു അവസാനം ദേഷ്യപ്പെടുമ്പോൾ ഭാമ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ട്. ശാലിനിയെക്കുറിച്ച് ഓരോന്ന് സത്യഭാമ ഇങ്ങനെ വഴക്കായിട്ട് പറയുമ്പോൾ നിന്നെ സ്നേഹം നടിച്ച് വഞ്ചിക്കുകയായിരുന്നു, ഇവനെ മനസ്സിൽ വച്ചിട്ടല്ലേ, അവളെന്തായാലും ഡൽഹിയിൽ വെച്ചായിരിക്കും അവനെ പരിചയപ്പെട്ടത്, പിന്നെന്തിന് നിന്നോടൊപ്പം വീണ്ടും സ്നേഹം കാണിച്ചു എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ ബഹളം വെച്ച് സംസാരിക്കുന്നെങ്കിലും വിഷ്ണുവിൻ്റെ ശബ്ദമൊക്കെ ഇടറുന്നുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞ് വിഷ്ണുവിന് ആകെ സങ്കടം അങ്ങ് വരികയാണ്. ശാലിനി തന്നെ ചതിച്ചു എന്നത് ഓർത്തിട്ട് ആ ഒരു സങ്കടത്തോടെ തന്നെയാണ് വിഷ്ണു വണ്ടി ഓടിച്ച് വരുന്നതൊക്കെ, കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങിയിരിക്കുകയാണ്. അതേസമയം സത്യമാണെങ്കിൽ ബിഗ് ഫ്രണ്ട് ല്ലോ വന്നെങ്കിൽ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ വെളിയിലോട്ടൊക്കെ നോക്കിയിരുന്നാണ് വാ തുറക്കുന്നത് ഭക്ഷണത്തിന്. അന്നേരം പുറത്തേക്ക് നോക്കിയിരിക്കാതെ ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെ ശാലിനി പറഞ്ഞ ഒരു വരി കൊടുക്കുകയാണ്.
തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഇങ്ങനെ എപ്പോഴും എപ്പോഴും വന്ന് പിന്നെ ഔട്ടിങ്ങിന് പോകാനും ഭക്ഷണം കഴിപ്പിക്കാനും അച്ഛനെ കൊണ്ട് പറ്റില്ല, എപ്പോൾ വിളിച്ചാലും പോകണം എന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇത് എന്തൊരു ജോലിയാണ് അച്ഛാ, എപ്പോഴും ജോലി ജോലി എന്നുള്ളത്, അമ്മയെ പോലുള്ള ജോലി ആയിരുന്നെങ്കിൽ എപ്പോഴും കറങ്ങി നടക്കാമായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം അത് കൊള്ളാമല്ലോ, ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയോ, പഠിക്കുകയൊന്നും വേണ്ടേന്ന് ഇങ്ങനെ ശാലിനി ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് ചോദിക്കുന്നത്. അന്നേരം ഈ അച്ഛൻ എന്താ ഫസ്റ്റ് മേടിച്ചത് കൊണ്ടല്ലേ അവാർഡ് മേടിക്കാനായിട്ട് അച്ഛൻ വന്നത് എന്നിങ്ങനെ സത്യ പറയുമ്പോൾ, അത് ഞാൻ മറന്നു എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. ഇതേ സമയം വിഷ്ണുവും സത്യഭാമയും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നുണ്ട്. കാറ് നിർത്തിയിട്ട് അവർ നല്ല സ്പീഡിന് ഇറങ്ങി വരികയാണ്. വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവും ഭാമയും കൂടി അകത്തേക്ക് കയറി ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ സത്യം മാത്രമേ ടേബിളിലുള്ളൂ. ആ കസേരയിലേക്ക് എതിരെയുള്ള കസേരയിൽ നോക്കുമ്പോൾ അവിടെ ആളില്ല. തുടർന്നാണെങ്കിൽ വിഷ്ണുവും ഭാമയും കൂടി വരുന്നുണ്ട്. അന്നേരം ആ ബിഗ് ഫ്രണ്ട് വന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം മോളുടെ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു, വാഷ്റൂമിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, ബിഗ് ഫ്രണ്ട് മാത്രമേ വരികയുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ സത്യമ്മയും വന്നല്ലോ. അന്നേരം സത്യഭാമ അങ്ങോട്ട് ചിരിച്ച് കുഞ്ഞിൻ്റെ മുന്നിൽ നേരത്തെയുള്ള ദേഷ്യമൊന്നുമില്ല, സന്തോഷത്തോടെ പെരുമാറുകയാണ്. എന്ന് വെച്ചാൽ ഈ ശാലിനിയുടെ ഭർത്താവിനെ കാണാം എന്നുള്ളൊരു, സത്യയുടെ അച്ഛനെ കാണാം എന്നുള്ള രീതിക്കാണ് ഭാമ വന്നിരിക്കുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, ആ മോളിന്ന് വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞ് കസേരയൊക്കെ നീക്കിയിട്ട് ഭാമ ഇരിക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, പിന്നെ അല്ലാതെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇന്ന് പിന്നെ സഫലമായത്, അച്ഛനെ കാണണം എന്ന് എപ്പോഴും ഞാൻ പറയുമായിരുന്നു, എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, സ്കൂളിലും കുട്ടികളും എല്ലാവരുമൊക്കെ. ഞാൻ അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുമ്പോൾ സത്യഭാമയും പറയുകയാണ്, ഞങ്ങളും ഒരുപാട് പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ്. സത്യയുടെ അച്ഛനെ ഒന്ന് കാണാനായിട്ട് എന്നുള്ളത്, സത്യയുടെ അച്ഛനെ കാണണം, പരിചയപ്പെടണമെന്നുള്ളത് എനിക്കും ഒരാഗ്രഹമായിരുന്നു എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ചുറ്റുമൊക്കെ ഇങ്ങനെ പരിധി നോക്കി വിഷ്ണു ആകെ ഒരു ടെൻഷൻ ഇരിക്കുകയാണ്. വിഷ്ണു ചോദിക്കുന്ന, അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ മോളെ എന്ന് പറയുമ്പോൾ, പിന്നെ ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ഇപ്പോൾ കൈ കഴുകാനായിട്ട് വാഷ്റൂമിലേക്ക് പോയതാണെന്ന് സത്യ പറയുന്നുണ്ട്. തുടർന്ന് ആ ശാലിനി പോകുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ശാലിനിയാണ് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ എന്താ ആലോചിക്കുന്നത് സത്യ ചോദിക്കുമ്പോൾ, മോളെ അച്ഛന് മതിയായി, അച്ഛനൊന്ന് വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിട്ട് മോളെ പുറത്തേക്ക് എങ്ങോട്ടും പോകരുത്, അച്ഛനെത്തി വെയിറ്റ് ആയാലും ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വാഷ്റൂമിലേക്ക് പോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. പിന്നീട് വിഷ്ണു ചോദിക്കുകയാണ്, ഇത്രയും സമയമായല്ലോ, എന്താ വരാത്തത് മോളെയും ചോദിക്കുമ്പോൾ, ഇപ്പോൾ വരുമെന്ന് ഇങ്ങനെ വീണ്ടും വിഷ്ണുവിനോട് സത്യ പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ സത്യഭാമ പറയുകയാണ്, എടാ നീ ചിലപ്പോൾ അവിടെയെങ്ങാനും പോയി നോക്ക്, ഇനി നമ്മുടെ കണ്ണിൽ പെടാതെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കണ്ണിലൊന്നും പെടരുതെന്ന്, അതായിരിക്കും അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. എന്താ അമ്മേ ഇതിങ്ങനെ ഒച്ച വെക്കാനായിട്ട്, ഇത് വീടല്ല ഹോട്ടലാണ്, ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ, അങ്ങനെ നിന്നെ ചതിച്ചിട്ട് ഒരുത്തനും ആളാവണ്ട, നീ അങ്ങോട്ട് പോയി നോക്ക് എന്നിങ്ങനെ, ഇന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണം, ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ നിർബന്ധമായിട്ട് സത്യഭാമ പറഞ്ഞു വിടുന്നുണ്ട്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ വാഷ്റൂമിൽ അവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ വരെ സത്യാമ്മയെന്ന് വീണ്ടും സത്യ പറയുമ്പോൾ, അല്ല അച്ഛൻ എന്നാണ് തിരിച്ചു പോകുന്നതെന്നെങ്ങാനും പറഞ്ഞോ എന്ന്. അന്നേരം ഇല്ല, അച്ഛന് ഒരുപാട് ജോലി തിരക്കൊക്കെ ഉണ്ട്, പിന്നെ എപ്പോൾ വേണമെങ്കിലും പോകാം എന്നിങ്ങനെ പറയുമ്പോൾ, ഇപ്പോഴും അങ്ങനെ എങ്ങാനും പോയതാണോ എന്നിങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നും പോകില്ല, ഞാൻ കൂടെ ഉള്ളതല്ലേ എന്നിങ്ങനെ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്നൊക്കെ സത്യ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല സത്യയുടെ അച്ഛനെയും കണ്ടില്ല, തിരക്കി പോയ വിഷ്ണുവിനെയും കണ്ടില്ല എന്നിങ്ങനെ ഭാമ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ പോയി അന്വേഷിച്ചിട്ട് വിഷ്ണു തിരികെ വരുന്നുണ്ട്. തുടർന്ന് കണ്ടോ ബിഗ് ഫ്രണ്ടേ എന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ പറയുക, അവിടെയെങ്കിലും കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ പുറത്ത് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടാവും, ഞാൻ കൈ കഴുകിയിട്ടൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഈ സത്യമാണെങ്കിൽ കൈ കഴുകാനായിട്ട് പോകുന്നുണ്ട്. അന്നേരമാണ് മറു സൈഡിൽ നിന്ന് ശാലിനി ഇങ്ങനെ വരുന്നത്. അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മനസ്സിലായില്ലേടാ കാര്യങ്ങളെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ശാലിനിയെ കാണുന്നത്. അന്നേരം ദേ വരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ സത്യയുടെ അച്ഛനായിരിക്കും എന്നും പറഞ്ഞാണ് നോക്കുന്നത്, പക്ഷേ ശാലിനിയാണ് കാണുന്നത്. അന്നേരം എല്ലാവരും കൂടി കെട്ടി ഒരുങ്ങിയാണ് ഇറങ്ങിയിരിക്കുന്നത്, ഇപ്പോൾ നിനക്കെല്ലാം മനസ്സിലായല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ഭാമ അങ്ങോട്ട് ചൂടാവുമ്പോൾ ശാലിനി ഇങ്ങനെ ആകെ ഒരു വെപ്രാളത്തിൽ പെട്ടെന്ന് ഇങ്ങനെ മറ്റേ വേഷം മാറിയിട്ട് ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു വരികയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ദേഷ്യത്തോടെ ശാലിനിയെ തന്നെ നോക്കുകയാണ്. തുടർന്ന് വീണ്ടും ഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. കണ്ടോടാ, ഇത്രയും നാളും നീ അങ്ങോട്ട് ഇവളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയായിരുന്നില്ലേ, പക്ഷേ ഇവളെ കണ്ടോ, പിന്നെ കൊച്ച്, ഭർത്താവ്, ഉത്തമയായ ഭാര്യയായിട്ട് ഇവളങ്ങോട്ട് സന്തോഷിച്ച് ജീവിക്കുകയാണ്, നിന്നെ ചതിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് സത്യയുടെ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങോട്ട് ഒഴിഞ്ഞു മാറുകയാണ്. വീണ്ടും വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം അത് വിഷ്ണുവേട്ടാന്ന് ഞാൻ എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ഈ സത്യമാണെങ്കിൽ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അമ്മ എപ്പോൾ ഒന്നും അച്ഛനെ കണ്ടില്ല,
കണ്ടില്ലേ വാഷ്റൂമിൽ പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് തിരിച്ച് സീറ്റിലേക്ക് സത്യ അങ്ങോട്ട് കയറിയിരിക്കുന്നുണ്ട്. അന്നേരവും പിന്നെ ഫാമ അങ്ങോട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട് സത്യയുടെ അച്ഛൻ എവിടെയും ചോദിക്കുമ്പോൾ അത് വിഷ്ണുവേട്ടാന്നും പറഞ്ഞിട്ട് ഈ ശാലിനിയാണെങ്കിൽ പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഫാമ അന്നേരവും അങ്ങോട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കണ്ണിൽ പെടാതെ, ഇവളാണെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും, പോകാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കണ്ണിൽ പെടാതെ, ഞങ്ങളെ കണ്ണിൽ പെട്ടാൽ സത്യങ്ങളൊക്കെ പുറത്ത് വരില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ആരെയും ഒളിപ്പിച്ചിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ അന്നേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് ഇത്രയും നേരം സത്യയുടെ കൂടെ ഉണ്ടായിരുന്ന സത്യയുടെ അച്ഛൻ എവിടെ എന്നും പറഞ്ഞിട്ട് വിഷ്ണു ആകെ അങ്ങോട്ട് ചൂടാവുകയാണ്. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപ് വാഷ്റൂമിൽ പോയതാണെന്ന് പറയുന്നു, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള സത്യയുടെ അച്ഛൻ എന്താ ആവിയായി പോയോ അതോ അദൃശ്യനായി പോയോ, പറയുമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ വിഷ്ണുവേട്ടൻ ഞാൻ പറഞ്ഞ സത്യം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ട് വിഷ്ണുവിൻ്റെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ സത്യം ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട് കണ്ടില്ലേ ഇവളുടെ ഒരു മുഖംമൂടി അങ്ങോട്ട് അഴിഞ്ഞു വീഴുന്നത്, എന്തോ ഒരു കള്ളത്തരം പറയാനായിട്ട് വന്നതാണ്, പക്ഷേ അതങ്ങോട്ട് പെട്ടെന്ന് കിട്ടിക്കാണില്ല, ഇവളുടെ ഈ മുഖംമൂടി അഴിഞ്ഞു വീഴുക തന്നെ വേണം, നിന്നെ ഇവൾ ചതിക്കുകയാണ്, ഇനിയെങ്കിലും ഇവളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാതെ നിനക്ക് നിൻ്റെ ജീവിതം നോക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ഫാമ വഴക്ക് പറയുമ്പോൾ ഇങ്ങനെ സത്യ പറയുകയാണ് അച്ഛൻ എവിടെയെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമേ, സത്യമ്മ ചോദിക്കുന്നത് കേട്ടില്ലേ, അച്ഛൻ എവിടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അത് വിഷ്ണുവേട്ടൻ ഞാൻ പറയാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ സത്യം നോക്കുമ്പോൾ ശാലിനിക്ക് സത്യം പറയാനും അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പം എന്തിനാ ശാലിനി നീ ഇങ്ങനെ ചതിക്കുന്നത്, ഇത്രയും കള്ളത്തരങ്ങൾ എന്തിനാ മനസ്സിൽ വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സത്യം ഇങ്ങനെ വീണ്ടും വീണ്ടും അച്ഛൻ എവിടെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ശാലിനി അങ്ങോട്ട് പറയുന്നുണ്ട് അച്ഛൻ ജോലി സ്ഥലത്തേക്ക് പോയി എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുകയാണ്. വിഷ്ണു അത്രയും നേരവും വിശ്വസിച്ചിരുന്നു വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അന്നേരം വിഷ്ണുവിൻ്റെ നിയന്ത്രണം അങ്ങോട്ട് പോവുകയാണ്. വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അന്നേരം അയ്യോ എന്നോട് പറയാതെ പോയത് കഷ്ടമായിപ്പോയല്ലോ എന്നിങ്ങനെ സത്യം പറയുമ്പോൾ അത് പെട്ടെന്ന് അച്ഛന് ജോലി സ്ഥലത്ത് നിന്ന് ഫോൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശാലിനി വിൽക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അന്നേരവും വിഷ്ണുവേട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ എന്തിനാ എന്നെ ഇങ്ങനെ ചതിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു പറയുന്നുണ്ട് ഞാൻ വെറുക്കുന്ന ചുരുക്കം ചിലരിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഒരാൾ നീയാണ് ശാലിനി എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കൈ ചൂണ്ടുകയാണ്. അന്നേരം ശാലിനിക്കും അങ്ങ് നിലതെറ്റുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആകെപ്പാട് സങ്കടത്തിലാണ്. സത്യഭാമയ്ക്ക് അത് കേൾക്കുമ്പോൾ അങ്ങോട്ട് സന്തോഷമാവുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ ഇത്രയൊക്കെ കേട്ടിട്ട് സത്യയ്ക്ക് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളത് അതിൽ കാണിക്കുന്നുണ്ട്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയാണ് അടുത്ത എപ്പിസോഡിലാണ് ശാലിനി ആണെങ്കിൽ വീണ്ടും വിഷ്ണുവിനോട് ഈ സത്യങ്ങളൊക്കെ പറയാനായിട്ട് പോകും. ഈ വേഷവിധാനങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകും. പക്ഷേ അതവിടെ സുസ്മിത മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ആ വിവാഹ ചടങ്ങിൽ വെച്ച് ഈ വിഷ്ണുവിൻ്റെ വിവാഹം ഉറപ്പിക്കുന്നത് സത്യഭാമ. അതിനുശേഷമാണ് സത്യഭാമ കാര്യങ്ങൾ അറിയുന്ന എപ്പിസോഡ്. അതൊക്കെ കുറച്ചധികം എപ്പിസോഡുകൾക്കകം അതൊക്കെ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.